പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ടതായ വിശുദ്ധ പകലിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഇവിടെ കടന്നു വന്ന നിങ്ങളൊപ്പം ആയിരിക്കാൻ തക്കവണ്ണം കർത്താവിനോടും കുടുംബത്തോടും ഇവിടെയുള്ള വിശ്വാസികളോട് ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ലഭിച്ചിരിക്കുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വൈകിട്ട് നായനാർ പാർക്കിൽ നടക്കുന്നതായ പ്രത്യേക ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാനാണ് ഞാൻ കടന്നു വന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇവിടെ ആരാധനയ്ക്ക് പങ്കെടുക്കുവാൻ തക്കണം ഞാൻ ആഗ്രഹിച്ചത്. ചർച്ചിലേക്ക് എവിടെ പോകേണ്ടെന്ന് ആലോചിച്ചപ്പെട്ട് ഞാൻ അനിലിനെ അനിൽ എന്നോട് കൃത്യമായി നിർബന്ധിച്ചു ഇവിടെ തന്നെ അച്ഛൻ വരണം. അങ്ങനെ ഞാൻ പെട്ടെന്ന് ജയോത്സവം ശുശ്രൂഷകളെ ഞാൻ ഓർക്കുകയും ദാസനെ കാണാനും സാധിക്കുമല്ലോ, ഇങ്ങോട്ട് തന്നെ വരുവാൻ തക്കൊണ്ട് ആഗ്രഹിച്ചു. ദൈവം ഒരിക്കൽ സ്തോത്രം ചെയ്യുന്നു. ശാരീരികമായും വളരെ പ്രയാസം നിറഞ്ഞൊരു സമയത്തിലാണ് ഞാനിപ്പോഴും അത് ശബ്ദത്തിനും ബാധിച്ചിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ പ്രത്യേകമായിട്ട് നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെടുകയാണ്. ഇത്രത്തോളം ദൈവം എന്നെ സഹായിച്ചു, വഴി നടത്തി ദീർഘവർഷങ്ങൾ അനേക ഇടങ്ങൾ ഓടുവാനൊക്കെ ദൈവം കൃപ നൽകിയപ്പോൾ അല്പമായി പ്രയാസത്തിൽ ഞാൻ ഇരിക്കുമ്പോഴൊക്കെ ഞാൻ ചിന്തിച്ച് പലപ്പോഴും മനസ്സ് വ്യാകുലപ്പെടാൻ, കർത്താവേ എന്നെ അങ്ങനെ ഇരുത്തരുത്, എനിക്കത് ആഗ്രഹമില്ല. ലഭിക്കുന്നതായ സമയം എവിടെ ഓടി നിന്നെ സ്തുതിപ്പാനുള്ളതായ ആഗ്രഹം മാത്രമാണ് എനിക്കുള്ളത്. അതിനുവേണ്ടി എന്നെ അനുവദിക്കണമെന്ന് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥന വീണ്ടും ആവശ്യപ്പെടുന്നു. പ്രത്യേക കഥാദാസിനെ സ്റ്റാൻലി ഫാസ്റ്ററെ കാണുവാൻ സഹായിച്ചു. ഞങ്ങൾ യാത്രക്കിടയ്ക്കാണ് കണ്ടത്. അദ്ദേഹം വന്നെന്നെ പരിചയപ്പെടുകയായിരുന്നു. പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു വലിയ ബന്ധം, കാരണം തൻ്റെ പിതാവുമായുള്ള ബന്ധമാണ്. കർത്താവ്ദാസ് നേരത്തെ ഓർപ്പിച്ചൊരു ശക്തമായി കർത്താവിന് വേണ്ടി വളരെ പോരാടിയതായ ഒരു ദൈവദാസൻ. അനേക സഭകൾ വിശ്വാസികളെ ഉറപ്പിക്കുവാൻ തക്കവണ്ണം വളരെ ആത്മാർത്ഥമായി ആരും സഹായമില്ലായിരുന്ന സമയത്തും ഓടിയിറങ്ങിയ ആ വ്യക്തിത്വം. ബാംഗ്ലൂരിൽ നിന്ന് അനേക സഭകളുണ്ട്, പ്രത്യേക IPCക്ക് തന്നെ വളരെ അനേകം ലോക്കൽ സഭകളും മറ്റു സഭകളായിട്ട് അനേക സഭകൾ അവിടെ ഉണ്ടെന്നിരുന്നാൽ അതിൻ്റെ എല്ലാം ഒരു ചരിത്രം വരുമ്പോൾ അതിൻ്റെ ആദ്യ ഭാഗത്ത് പാസ്റ്റർ ജോൺ ഡാനിയലിൻ്റെ പേരാണ് കാണുന്നത്. ആരുമില്ലായിരുന്നതായ സമയത്ത് ബാംഗ്ലൂർ കടന്നു വന്ന് തൻ്റെ ശുശ്രൂഷ മുഖാന്തരം അനേകരെ അവിടെ രൂപപ്പെടുത്താൻ കൊള്ളം ദൈവം സഹായിച്ചു. ഞങ്ങൾ എന്നെ വളരെയധികം സ്നേഹിക്കുകയും എന്നോട് വാത്സല്യവും കാണിക്കുന്ന ഒരു ദേവദാസനായിരുന്നു. ഞാൻ എപ്പോഴും ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളിലും അനേക സ്ഥലങ്ങൾ പങ്കെടുക്കുവാനൊക്കെയുള്ള കൃപ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. തൻ്റെ മകനുമായുള്ളതായ ഈ ശുശ്രൂഷാരംഗവും ദൈവം തന്നിരുന്ന ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ സന്തോഷം നിറഞ്ഞതായ ഈ സമയത്ത് അല്പസമയം ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നിങ്ങളേവരുടെയും പ്രാർത്ഥന വീണ്ടും ആവശ്യപ്പെടുകയാണ്. ഒരു കാലത്ത് ജീവിതത്തിൽ യാതൊരു അർത്ഥമില്ലാതെ, ആരും സഹായമില്ലാതെ, എന്നെ പ്രോത്സാഹിപ്പിക്കാൻ ആരുമില്ലാതെ ലോകത്തിൻ്റെ ഇമ്പങ്ങൾ മാത്രം ഓടിയിരുന്നതായ ഒരു വ്യക്തിയായിരുന്നു ഞാൻ. 1971 ഏപ്രിൽ മാസം 14 വരെ ആ ഓട്ടം ഓടി. എന്നാൽ പല രംഗങ്ങളും കടന്നുപോയെങ്കിലും നിരാശയുടെ പടുകുഴിയിലായിരുന്നു. അവിടെ നിന്ന് കരകയറ്റുവാൻ ആരുമില്ലായിരുന്ന സമയത്ത് 71 ഏപ്രിൽ മാസം 14 ഒരു വ്യക്തി എൻ്റെ അടുത്ത് കടന്നു വന്നു. എൻ്റെ അവസ്ഥ കണ്ടു. ആ പാപത്തിൻ്റെ അഗാധ ഗർത്തത്തിൽ തന്നെ വലിച്ചുയർത്തി തൻ്റെ മാർവോട് ചേർത്ത് പുത്രത്വത്തിൻ്റെ അവകാശം എനിക്ക് തന്ന് എൻ്റെ വായിൽ പുതിയൊരു പാട്ടും തന്നു എൻ്റെ ജീവിതത്തെ പാടെ മാറ്റി. ആ ഗാനവുമായി എന്നെ ലോകത്തിലേക്ക് അയച്ചു. അത് മറ്റാരുമല്ല, എൻ്റെ രക്ഷകനായ കർത്താവായ യേശു ക്രിസ്തുവാണ്. ആമേൻ. എത്ര സ്തുതിച്ചാലും മതി വരില്ല. ഈ ദീർഘവർഷങ്ങൾ അതിന് ശേഷം ആ നാമം മാത്രം ഉയർത്തുവാൻ ഈ കൃപ നൽകി. യേശുവിന് വേണ്ടി മാത്രം പാടുവാൻ ദൈവം എന്നെ സഹായിച്ച് ഇത്രത്തോളം വഴി നടത്തുന്നു. എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചതായ ആ വലിയ ഭാഗ്യാവസ്ഥ, ആ സന്തോഷ അനുഭവം ഒരു ഗാനത്തിലൂടെ ഞാൻ തയ്യാറാക്കി നിങ്ങൾ മുൻപാകെ അവതരിപ്പിക്കട്ടെ. ദൈവനാമത്തിനായിട്ട്. ഒരു കണ്ണിനും ദയ തോന്നാതെ ഞാൻ
നിരാശയിലടിത്തട്ടിലന്ന് ഒരു കണ്ണിനും ദയ തോന്നാതെ ഞാൻ നിരാശയിലടിത്തട്ടിലന്ന് കിടന്നഴലും നേരത്ത് വന്നെന്നെ കരകയറ്റിയ നായക എന്നേശുവേ കരകയറ്റിയ നായക. പാടുവാനെനിക്കില്ലിനി ശബ്ദം പാവനനേ നിൻ സ്തുതികളല്ലാതെ. പാടുവാനെനിക്കില്ലിനി ശബ്ദം പാവനനേ നിൻ സ്തുതികളല്ലാതെ. പാരിലൻ ജീവിതം തീരും വരെയും പാടിടും ഞാൻ നിനക്കായി മാത്രം. പാടിടും ഞാൻ നിനക്കായി മാത്രം. പാടുവാനെനിക്കില്ലിനി ശബ്ദം പാവനനേ സ്തുതികളല്ലാതെ. പാപത്താൽ മുറിവേറ്റ് വഴിയരികിൽ ആരും അറിയാതെ കിടന്നപ്പോ. പാപത്താൽ മുറിവേറ്റ് വഴിയരികിൽ ആരും അറിയാതെ കിടന്നപ്പോ താങ്ങിയെടുത്തെന്നെ താലോലിച്ച് ആലംബമേയോനേ എന്നേശുവേ ആനന്ദദായകനേ. പാടുവാനെനിക്കില്ലിനി ശബ്ദം പാവനനേ നിൻ സ്തുതികളല്ലാതെ. പാടുവാനെനിക്കില്ലിനി ശബ്ദം പാവനനേ നിൻ സ്തുതികളല്ലാതെ. പാരിലൻ ജീവിതം തീരും വരെയും പാടിടും ഞാൻ നിനക്കായി മാത്രം. പാടിടും ഞാൻ നിനക്കായി മാത്രം. പാടുവാനെനിക്കില്ലിനി ശബ്ദം പാവനനേ നിൻ സ്തുതികളല്ലാതെ. ലക്ഷ്യത്തോടുകൂടി ഞാൻ യാത്രയായിരിക്കുന്നു. അനേക ആയിരങ്ങളുടെ ഇടയിൽ അനേക സ്ഥലങ്ങളിൽ എൻ്റെ കർത്താവിനെ ഉയർത്തി വന്നപ്പോൾ ദൈവം ഭാഗ്യം നൽകി. ഈ നാളുകൾ വരെ അവൻ എനിക്ക് നല്ലവനായിരുന്നു. എനിക്ക് നന്ദി മാത്രമേ പറയാനുള്ളൂ. അത്രമാത്രം ഉപകാരങ്ങൾ. മാനുഷികമായ വേദനയും ദുഃഖവും കഷ്ടതയും പ്രയാസമൊക്കെ അടിക്കടി വന്നു തകർന്നു പോകേണ്ടതായ അനുഭവങ്ങളെല്ലാം വന്നപ്പോഴും അവൻ എനിക്ക് നല്ലവനായിരുന്നു. സ്തോത്രം. എൻ്റെ യേശുവിനെ പറ്റി സ്തുതിക്കുന്നതിന് എത്രമാത്രം പറഞ്ഞാലും മതി വരില്ല. എന്നെക്കുറിച്ചുള്ള അവൻ്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായത് ആ സമയങ്ങളിൽ ഞാനൊരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ മാതാപിതാക്കൾക്ക് ഞാൻ ഏക മകനാണ്. അവരെ ജോലിയിൽ എന്തെങ്കിലും സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അവർ സുവിശേഷ പ്രവർത്തകരാണ്. അതിനുവേണ്ടി ഞാൻ പലയിടങ്ങളിലും ജോലിക്കായിട്ട് അന്വേഷിക്കാൻ പോയി. ആ ഇടയ്ക്കാണ് കേരളത്തിൽ സബ് ഇൻസ്പെക്ടർ പോസ്റ്റിൻ്റെ ഒരു സെലക്ഷൻ വരുന്നുണ്ട് എന്ന് അറിയിപ്പ് ലഭിച്ചത്. ഞാനതിന് പേര് കൊടുത്തു. ഇത്ര വലിയ തടിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെങ്കിലും ഒരു ചാൻസ് കിട്ടാനുള്ള വഴിയുണ്ട്. അവരുടെ ബേസിക് ക്വാളിഫിക്കേഷനൊക്കെ അന്നത്തെ ലെവലിൽ വെച്ച് എല്ലാം കറക്റ്റാണ്. ഞാൻ സെലക്ഷനായിട്ട് അവിടെ പോയി.
5 ടെസ്റ്റാണ് അതിലുണ്ടായിരുന്നത്. അതിൽ 4 ടെസ്റ്റിൽ ഞാൻ പാസ്സായി. 5ാമത്തെ ടെസ്റ്റിന് ആലുവയിലുള്ള മെയിൻ പോലീസ് സ്റ്റേഷനിലേക്ക് എന്നെ വിളിച്ചു. ഞാനവിടെ രാവിലെ ചെന്നു. 5-6 ഓഫീസേഴ്സ്മാർ അവിടെ ഉണ്ട്. ഒരു സീനിയർ ഓഫീസർ സത്താർ കുഞ്ഞ് എന്ന് പേരുന്ന ഒരു മുസ്ലിം ഒരു ഓഫീസറാണ്. അദ്ദേഹമാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നത്. എന്നെ റൂമിൽ കൊണ്ടുപോയി അവർ പല കാര്യങ്ങൾ എന്നിൽ നിന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുള്ളത് സർട്ടിഫിക്കറ്റുകളൊക്കെ കാണിച്ചു. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് നാടകത്തിലൊക്കെ ആക്ട് ചെയ്യാനുള്ളതായ കഴിവുണ്ടെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല, ഞാൻ ഏതൊക്കെ നോക്കാമെന്നൊക്കെ ഒരു വാക്ക് കൊടുത്തു. അങ്ങനെ ഒരു ഒറ്റ ചോദ്യം ചോദിച്ചവരെന്നോട്, ഞങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒത്തിരി ശ്രമിച്ചിട്ടും പിടികിട്ടാത്തൊരു പുള്ളിയെ നിങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ അവനോട് പെരുമാറുന്നത് ആക്ട് ചെയ്ത് കാണിക്കണമെന്ന്. അങ്ങനെയുള്ള സീൻ ഞാൻ പലതും അഭിനയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഈസിയായി വിചാരിച്ചു ഓക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ ഒരു ചെറിയ ഡയലോഗൊക്കെ എഴുതിയുണ്ടാക്കി പ്രാക്ടീസ് ചെയ്ത് അവരുടെ റൂമിൽ അവർ മുന്നേ വന്ന് അത് പറയാനായിട്ട് തുടങ്ങുകയാണ്. അവരിങ്ങനെ വളരെ കാതുകോർപ്പിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറയാൻ തുടങ്ങി. ഞാനങ്ങ് ചിരിച്ചുപോയി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു സാരമില്ല, പോയി അകത്തൊന്നുകൂടി ശ്രമിക്കാൻ പറഞ്ഞു. വീണ്ടും പോയി ഞാൻ എൻ്റെ മുഖഭാവമൊക്കെ മാറ്റി വീണ്ടും അവരുടെ മുൻപിൽ വന്ന് ആ ഡയലോഗ് പറയാൻ തുടങ്ങുമ്പോഴേക്കും ഞാൻ അറിയാതെ ചിരിക്കും. എനിക്ക് തന്നെ മനസ്സിലായില്ല എന്താ സംഭവിക്കുന്നതെന്ന്. 3ാമതും അതുപോലെ തന്നെ പറ്റി. ഞാൻ ഒന്ന് ചിരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഓക്കെ, ഒരു പ്രാവശ്യം കൂടി ചാൻസ് കൂടെ തരികയാണ്, ഇത് ഇനി ഞങ്ങൾ ഇരിക്കത്തില്ല, ഇത് ലാസ്റ്റ് ചാൻസാണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് എൻ്റെ ഡയലോഗൊക്കെ ഒന്ന് മാറ്റി വേറെ വാക്കുകളൊക്കെ എഴുതി കുറച്ചുകൂടി കട്ടി വേഴ്സൊക്കെ കൊണ്ടുവന്നിട്ട് വീണ്ടും അവതരിപ്പിക്കാനായിട്ട് ഞാനിങ്ങ് ശ്രമിക്കുകയും മറ്റേ എല്ലാം കൂടെ ഓർത്ത് ഞാനങ്ങ് ചിരിച്ചു. അപ്പോൾ ആ സത്താർ കുഞ്ഞെന്ന് പറഞ്ഞ വ്യക്തി എന്നോട് പറഞ്ഞ് മതി, നിന്നെ ഈ പണിക്ക് കൊള്ളത്തില്ല, നിനക്ക് പറ്റിയൊരു പണിയുണ്ട്, പോയി പള്ളിയിൽ അച്ഛനാകാൻ പറഞ്ഞു. പ്രൈസ് ഗോഡ്. ഞാൻ അച്ഛൻ കുപ്പായ കിട്ടിയില്ലെങ്കിലും എൻ്റെ ദൈവം എന്നെ മുന്നേ മുദ്ര കുത്തിരിക്കുകയായിരുന്നു, കരുതിയിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. അതന്ന് ഞാൻ ഇവിടെ തിരക്ക് പിടിച്ച് ഓടി നടക്കുമ്പോൾ ഈ മുസ്ലിം വ്യക്തിയിൽ കൂടി കർത്താവിനെ ഓർപ്പിച്ചു. എന്നിട്ട് എനിക്ക് മനസ്സിലായില്ല. ഞാൻ പിന്നീട് അതിന് ശ്രമിച്ചു. അവർ പറഞ്ഞു വേറെ ഇച്ചിരി പണം കൊടുത്തു കഴിഞ്ഞാൽ അതിന് സീറ്റിൽ കയറാമെന്ന് ശ്രമിച്ചു. അതും എനിക്ക് സാധിച്ചില്ല. അങ്ങനെ ആ ചാൻസ് എനിക്ക് പോയി. ആയിടയ്ക്കാണ് തൃശ്ശൂരിലുള്ള റേഡിയോ സ്റ്റേഷൻ തുടങ്ങുന്നത്. എന്നെ വോയിസ് ടെസ്റ്റിനായിട്ട് അവിടെ വിളിച്ചു. എനിക്കൊരു സംഗീത പരിചയം ഒട്ടുമില്ലായിരുന്നെങ്കിലും ഞാനവിടെ പോയി ഒരു പാട്ട് പാടി. പോകുന്ന 3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ലെറ്റർ കിട്ടി, നിങ്ങളെ സെലക്ട് ചെയ്തിരിക്കുന്നു, ഓഡീഷൻ നിങ്ങൾ പാസ്സായിരിക്കുന്നു. ആ ഒരു ലെറ്റർ മുഖാന്തരം പിന്നെ ഞാൻ അനേക ഗാനങ്ങൾ അവിടെ റേഡിയോയിൽ പാടുവാനും ഒരു ഗ്രൂപ്പായിട്ട് ഇന്ന് പ്രമുഖരായ സംഗീത രംഗത്ത് ലോകത്തെ പ്രമുഖരായ പല വ്യക്തികളുമായി ഞങ്ങൾ ടീമായിട്ട് പിന്നെ ക്രിസ്തീയ ഗാനങ്ങൾ അവതരിപ്പിക്കാനുള്ള ചാൻസ് എനിക്ക് കിട്ടി. ആഴ്ചയിൽ ഒരു പ്രാവശ്യം നടത്താനുള്ള പ്രോഗ്രാം ചില നാളുകൾ കഴിഞ്ഞപ്പോൾ അനേകരുടെ അഭ്യർത്ഥന മൂലം മാസത്തിൽ എല്ലാ ആഴ്ചയും നടത്താനുള്ളതായ ഭാഗ്യം ലഭിച്ചു. അങ്ങനെ ഒരു വലിയ വഴിയിലേക്ക് ദൈവനെ കൊണ്ടുവന്നു. എനിക്കതുവരെ ക്രിസ്തീയ പാട്ടുമായിട്ട് യാതൊരു ബന്ധമില്ലായിരുന്നു. എന്നാൽ ഇപ്രകാരം ദൈവം എന്നെ കൊണ്ടുവന്ന ഒരു ഫ്രെയിമിൽ കൊണ്ട് ഇറക്കി, അവിടെ നിന്ന് ഇറക്കി. അവിടെ നിന്ന് ഞാനെല്ലാം ക്രിസ്തീയ പാട്ടുകൾ പഠിക്കുകയാണ്. പുതിയ പാട്ടുകൾ പഠിക്കുകയും അത് മനസ്സിലാക്കുകയും അതിൻ്റെ ട്യൂൺ അതിൻ്റെ പുതിയ ഗാനങ്ങൾ തയ്യാറാക്കുവാനൊക്കെ ദൈവം എന്നെ വഴിയൊരുക്കി. അങ്ങനെ ദീർഘനാളുകൾ ആമേൻ സ്തോത്രം. ഒരു പരിചയമില്ലാത്തിരുന്ന എന്നെയും കൊണ്ട് ദൈവം അവനെ വഴി നടത്തി. എൻ്റെ ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. എത്ര സ്തുതിച്ചാലും മതി വരില്ല. ഏകദേശം ദിവസഭയ്ക്കായിട്ട് അനേക ഗാനങ്ങൾ ഞാൻ സംഗീതജ്ഞരുമായിട്ട് പലരുമായി പല മ്യൂസിക് വർക്ക്ഷോപ്പിൽ പങ്കെടുക്കുമ്പോഴൊക്കെ അവർ എന്നോട് ഇങ്ങനെ ഇപ്രകാരം പറയാറുണ്ട്, നിങ്ങൾ തയ്യാറാക്കിയിരിക്കുന്ന പാട്ടുകൾ, ചിട്ടപ്പെടുത്തിയുള്ള ഗാനങ്ങളൊക്കെ മനോഹരമാണ്, ചില നല്ല ശാസ്ത്രീയ ടച്ചുള്ളതാണല്ലോ, പാടാൻ സുഖമുണ്ട് എന്നൊക്കെ അവർ പറയുമ്പോൾ ഞാനിരുന്ന് ഇങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തും അറിയാതെ എൻ്റെ മനസ്സിൽ. കാരണം എന്നറിയാമോ, ഞാൻ സംഗീതം പഠിച്ചിട്ടല്ല ഇത് ചെയ്തത്, എനിക്ക് യാതൊരു അറിവും അതിനകത്തില്ല. പക്ഷേ എൻ്റെ ദൈവം അത് രൂപപ്പെടുത്തി അവരെ മുൻപാകെ കൊണ്ടുവരാൻ നോക്കണം. ദൈവം കൃപ നൽകിയാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനേക ഗാനങ്ങളിലൂടെ അനേകരെ പരിചയപ്പെടുവാൻ തക്ക ദൈവം കൃപ നൽകി. സ്തോത്രം. അങ്ങനെ ദൈവം എന്നെ ഒരു സംഗീത ശുശ്രൂഷയ്ക്കായിട്ട് നിയോഗിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ക്യാമ്പസ് ക്രൂസ് എന്ന സംഘടനയിൽ ഞാൻ ദീർഘവർഷം പ്രവർത്തിക്കാനിട വന്നു. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് ഞാനൊരു സംഗീത ട്രൂപ്പ് അവിടെ ആരംഭിച്ചു.
ഹാർട്ട് ബീറ്റ്സ് എന്നുള്ള ടീം അവിടെ തയ്യാറാക്കിയിട്ട് ഞങ്ങൾ അനേക സ്ഥലങ്ങൾ ഞാൻ സഞ്ചരിക്കുവാനായിട്ട് തുടങ്ങി. എൻ്റെ പിന്നെ മനസ്സിലെ ആഗ്രഹം ഒരു ക്രിസ്തീയ ശുശ്രൂഷ തന്നെയാണല്ലോ, അതുമാത്രമാണ് ചിന്തയായിരുന്നു. എന്നാൽ ദൈവം അതല്ല ആഗ്രഹിച്ചിരുന്നത്. അനേകം നാളുകൾ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ 1991 ജാനുവരി മാസത്തിൽ എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞു, നിന്നെ ഈ വഴി പണി മാത്രമല്ല, ഒരു പാട്ടുകാരനല്ല, അതിലുപരിയായിട്ട് ഒരു പുത്തൻ പിന്നെ രംഗത്തേക്ക് നിന്നെ ഇറക്കാൻ ആഗ്രഹിക്കുന്നതിന് തയ്യാറാകാൻ എന്നൊക്കെ വേണം എന്നെ ഓർപ്പിച്ച് പല ദേവദാസന്മാരോട് 4 പ്രത്യേക വ്യക്തികളോട് എന്നോട് അത് ഇടപെട്ടു. പക്ഷേ ഞാനത് ശ്രദ്ധ കൊടുത്തില്ല. 91 ജനുവരി മാസം 11 തൃശ്ശൂർ നടന്നതായ ഒരു മീറ്റിംഗ് ഞാൻ പങ്കെടുക്കുമ്പോൾ അവിടെ പ്രസംഗിക്കാൻ വന്നതായ ദേവദാസനോട് നേരെ ആ ശുശ്രൂഷ നിർത്തിയ ശേഷം ഞാനിരുന്ന് ബാക്ക് സൈഡിൽ ഇരിക്കുകയാണ്. നേരെ എൻ്റെ ബാക്കിൽ എൻ്റെ അടുത്തേക്ക് വന്ന ശേഷം തലയിൽ കൈ വെച്ച് പ്രകാരം പറഞ്ഞു, 4 പ്രാവശ്യമായി ഞാൻ നിന്നോട് ഇടപെട്ട് നീ ഞരങ്ങുകയാണ്, എഴുന്നേൽക്കാൻ പറഞ്ഞു. ഞാൻ ചാടി എഴുന്നേറ്റ് കരയാൻ തുടങ്ങി. എനിക്കറിയില്ല എന്താ സംഭവിക്കുന്നത്. അദ്ദേഹം എന്നോട് വളരെ ശക്തിയായി ദൈവിക ദൂതുകൾ ഏൽപ്പിക്കുമ്പോൾ ഞാൻ മുട്ടുകുത്തി അവിടെ താഴെ വീണു. അവിടെ ഞാൻ എഴുന്നേൽക്കുന്നൊരു പുതിയ തീരുമാനമായിട്ടാണ് എൻ്റെ ഭവനത്തിൽ ഞാൻ ചെന്നു. എൻ്റെ മാതാവിനോടും പ്രിയപ്പെട്ടവരോടും ഒക്കെ പറഞ്ഞു, ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ഇടപെട്ടിരിക്കുക, ഇനി നമുക്ക് ഇവിടെ ഇരിക്കാൻ സാധ്യമല്ല, ഇറങ്ങാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ക്യാമ്പസ് ക്രൂസൈഡിൽ നിന്ന് ഇറങ്ങി. ഒരു പുതിയ തീരുമാനത്തിൽ കർത്താവിന് വേണ്ടി ഇതുവരെ ആയിരുന്നതിൽക്കും പ്രത്യേകമായ ഒരു ഏരിയയിലേക്ക് എന്നെ കൊണ്ടുപോകാമെന്ന് എനിക്കറിയാം, പക്ഷേ എങ്ങോട്ടാണ് എനിക്ക് അറിയത്തില്ല. ജനുവരി കഴിഞ്ഞു. ജൂലൈ 13 ഞങ്ങൾ അവിടുന്ന് മാറിയത്. ഒരു വീടെടുത്ത് താമസം തുടങ്ങി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്താണ് ദൈവം, എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നീ എനിക്ക് തരുന്നത് എന്താണ്, വ്യക്തമാക്കി തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജൂൺ മാസം 13 ഞാൻ രാത്രി ഞാനൊരു മീറ്റിങ്ങിനായിട്ട് കടന്നു പോവുകയാണ്. എൻ്റെ 2 വീലർ ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ മീറ്റിങ്ങിൽ അന്ന് അവിടെ ശുശ്രൂഷിക്കാൻ സമയം തന്നു. അത് കഴിഞ്ഞ് ഭക്ഷണമെല്ലാം കഴിഞ്ഞാണ് ഞാൻ വീട്ടിലേക്ക് മടങ്ങുകയാണ്. രാത്രി 11 മണി സമയം. റോഡ് ശൂന്യമായിരുന്നു. തിരക്കേറിയ റോഡാണ്, ബാംഗ്ലൂരിലെ റോഡാണ്. റോഡ് ശൂന്യമാണ്. പക്ഷേ ഞാൻ ആ റോഡിലൂടെ രാത്രി സമയം 11 മണിക്ക് ഇങ്ങനെ പാടി യാത്ര ചെയ്ത്, എല്ലാ കാലത്തും ആശ്രയം വച്ചിടുവാൻ നല്ല സംഗീതമേശുവത്രേ, പെറ്റതള്ളതൻ കുഞ്ഞിനെ മറന്നീടിലും കാന്തൻ മാറ്റം ഭവിക്കാത്തവൻ, ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ, എൻ്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. എല്ലാ കാലത്തും ആശ്രയിപ്പാൻ മതിയായോ ദൈവത്തെ, എല്ലാം മറന്ന് ഞാൻ പാടി യാത്ര ചെയ്യുകയാണ്. ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ ബാംഗ്ലൂർ ഹോസ്പിറ്റലിൽ കിടക്കുന്നു. കണ്ണു തുറന്നപ്പോൾ രാത്രി സമയം. പെട്ടെന്നൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ഞാനൊന്നും അറിഞ്ഞില്ല. ആരോ എടുത്ത് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി. എന്നെ രാത്രി വീട്ടിൽ കാത്തിരുന്നവർ പ്രിയപ്പെട്ടവരെല്ലാം വിവരങ്ങൾ അറിഞ്ഞ് രാവിലെ വീട്ടിൽ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ഞാൻ ബോധപറ്റ കിടക്കുകയാണ്. എന്നെ പരിചയമുള്ള എല്ലാ ദേവദാസന്മാരും ബാംഗ്ലൂർ സിറ്റിയിലുള്ള എല്ലാവരും കടന്നു വന്നു. ബാപ്റ്റിസ്റ്റ് ഹോസ്പിറ്റലിൽ അവരെല്ലാവരും അടുത്ത് വന്ന് പ്രാർത്ഥിക്കുകയാണ്. കണ്ണു തുറന്നപ്പോൾ എന്നെ ബലപ്പെടുത്തി, ബ്രദറെ ഞങ്ങൾ കൂടെയുണ്ട്, പേടിക്കരുത്, ഭയപ്പെടേണ്ട, ഞങ്ങളൊപ്പമുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. എന്നെ ശുശ്രൂഷിച്ചതായ ഡോക്ടർ അനിൽ, അദ്ദേഹം എന്നെ നോക്കിക്കഴിഞ്ഞ് മനസ്സിലായില്ല. അദ്ദേഹത്തിൻ്റെ പ്രിയ സുഹൃത്തുക്കളായ ബാംഗ്ലൂർ സിറ്റിയിലെ മറ്റ് 4 പ്രധാനപ്പെട്ട ഡോക്ടേഴ്സിനെ കൂടെ അദ്ദേഹം വിളിച്ച് കൊണ്ട് 4 പേര് ചെക്കപ്പ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഒരു തീരുമാനമെടുത്തു, ഒരു എമർജൻസി സർജറി. അങ്ങനെ എന്നെ ഒരു തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. അവർ അറിഞ്ഞതായ മെഡിക്കൽ സയൻസിന് പ്രകാരം എൻ്റെ ഇടതുകാലിൽ എന്തോ സംഭവിച്ചെന്ന് മനസ്സിലായി. ഇടതുകാലിൻ്റെ മുട്ടുമെന്നുള്ളത് അതെല്ലാം ഓപ്പൺ ചെയ്തത്. ഓപ്പൺ ചെയ്തപ്പോൾ അവിടെ എല്ലെന്ന് പറയുന്ന ഒന്നുമില്ല, വെറും പൊടി മാത്രമാണ്. അവർക്കറിയാവുന്നതായ മെഡിക്കൽ സയൻസിന് പ്രകാരം ഒരു ഉരുളിയായി ഉരുട്ടി ആ മുട്ടിൽ വെച്ച് എല്ലാം റാഡൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്ത് തന്നെ വാടിക്കൊണ്ട് കിടത്തി ഒരു ചാർട്ട് എഴുതി വെച്ചു, ഭക്തവത്സരൻ ഇനി ഒരിക്കലും നടക്കയില്ല. എൻ്റെ പ്രിയപ്പെട്ടവർ, മാതാവും എൻ്റെ കുഞ്ഞുങ്ങളും എല്ലാവരും എങ്ങനെ വെച്ച് കരയുകയാണ്. എൻ്റെ കൂട്ടു സഹോദരന്മാർ, അവിടെയുള്ള ദേവദാസന്മാരെല്ലാം ഒരക്ഷരം മിണ്ടുന്നില്ല. തിയേറ്ററിലേക്ക് എന്നെ കൊണ്ടുപോയപ്പോൾ ഞങ്ങൾ കൂടെയുണ്ട്, പേടിക്കേണ്ട, വിഷമിക്കേണ്ട എന്ന് എൻ്റെ ആവശ്യത്തോടെ പറഞ്ഞു വെച്ചതായ ദേവദാസന്മാർ ഒറ്റയാൾ പോലും സംസാരിക്കുന്നതിന് എല്ലാവരും കണ്ണുനീര് ധാരാളമായി വരുന്നു. എനിക്ക് മനസ്സിലായി എന്തോ സംഭവിച്ചിട്ടുണ്ട്. ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒരിക്കലും കേൾക്കുവാൻ ആഗ്രഹിക്കാത്തതായ ഒരു വാർത്ത എൻ്റെ പ്രിയപ്പെട്ടവരിൽ അറിഞ്ഞ് ഡോക്ടേഴ്സ് വിധി എഴുതിയിരിക്കുന്നു.
ബാംഗ്ലൂരിലെ പ്രധാനപ്പെട്ട 4 ഡോക്ടേഴ്സ് വിധി എഴുതിയിരിക്കുന്നത് ഭക്തവത്സലൻ ഇനി ഒരിക്കലും നടക്കാനായിട്ട് സാധിക്കത്തില്ല. തകർന്നു പോയി ഞാൻ അറിയാതെ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ എന്തെല്ലാം ആഗ്രഹത്തോടെയാണ് ഞാൻ ഇറങ്ങിയതാണ്, ഇതിനാണോ നീ എന്നെ വിളിച്ചിറക്കിയത്? ഞാൻ സുഖമായിട്ട് അവിടെ പാടി കഴിയുമായിരുന്നല്ലോ, നീ നിർബന്ധിച്ചാണ് ഇവിടെ ഇറങ്ങിയത്. ഇപ്പോൾ ഇങ്ങനെയാണ്. ഞാൻ ഈ പ്രിയപ്പെട്ടവരോടൊക്കെ എനിക്ക് എന്ത് മറുപടി പറയും? നടക്കാൻ സാധിക്കാതെ ഒരു ജീവച്ഛവം പോലെ ഞാൻ എന്തിനു ജീവിക്കുന്നു? എന്തുകൊണ്ട് എന്നറിയാതെ ഞാൻ ദൈവത്തോട് ചോദിക്കുകയാണ്. അനേകരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും എന്തുകൊണ്ടെന്ന് നമ്മുടെ ദൈവത്തോട് ചോദിക്കാൻ അനുവാദമില്ല എന്ന് പറഞ്ഞതായ ഭക്തവത്സലൻ അറിയാതെ ചോദിക്കും, ദൈവമേ ഇതെന്തുകൊണ്ട്? എനിക്ക് സഹിക്കാവുന്നല്ലോ, ഞാൻ കണ്ണുനീർ കൊണ്ട് കിടക്കുന്നിരിക്കൂ. ആര് വന്നാലും ആമേൻ ഒരു വാക്കുപോലും സംസാരിക്കുന്നില്ല. ഞാനങ്ങനെ അതിവേദനയിൽ പ്രയാസത്തിലായിരുന്നപ്പോൾ എൻ്റെ ദൈവം എന്നോട് ഇടപെട്ടു. 4-ാമത്തെ ദിവസം രാവിലെ എൻ്റെ കയ്യിലൊരു ചെറിയ പോക്കറ്റ് റേഡിയോ ഞാൻ എപ്പോഴും സൂക്ഷിക്കും. ആ റേഡിയോയിൽ തമിഴ് പ്രോഗ്രാം ഞാൻ കേട്ടുകൊണ്ടിരുന്നു. അതിൽ സത്യനാഥം എന്ന് പറയുന്ന തമിഴ് പ്രോഗ്രാമിൽ കൂടി സുവിശേഷകന്മാരോട് എന്നുള്ള ടൈറ്റിലിൽ ഒരു മെസ്സേജ്, ഷോർട്ട് മെസ്സേജായിരുന്നു. അതിന് പ്രകാരം പറഞ്ഞു, നീ കർത്താവിന് വേണ്ടി ഇപ്പം എന്തോ ഒരു കാര്യങ്ങൾ പല കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് അവൻ നെട്ടോട്ടം ഓടും, ഒത്തിരി പ്രോഗ്രാമിൽ ചാർട്ട് ഔട്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ ക്രമീകരണക്കായി നീ ഇങ്ങനെ രാവും പകലും ഓടും. പക്ഷേ പലപ്പോഴും ദൈവമായിട്ട് നീ സംസാരിക്കാതെ നീ ഓടുമ്പോൾ നിന്നോട് സംസാരിക്കാൻ ദൈവം ആഗ്രഹിച്ചതിനെ പലപ്പോഴും വിളിക്കാറുള്ളത് നീ ശ്രദ്ധിക്കാറില്ല. പല സമയങ്ങൾ വിളിച്ചു കഴിയുമ്പോൾ നീ ശ്രദ്ധിക്കാതെ ഓടുമ്പോൾ നിന്നെ ദൈവം പിടിച്ചവിടെ കിടത്തും. കാരണം നിന്നോട് സംസാരിക്കാനായിട്ടാണ്, നിന്നെ സ്നേഹിക്കുന്നുകൊണ്ടാണ്. എനിക്ക് മനസ്സിലായി, എന്നോട് സംസാരിക്കാനാണ് ദൈവനെ കിടത്തി. ഞാനൊന്നും അറിയാതെ ഓടുകയായിരുന്നു, ചാടുകയായിരുന്നു. ഭയങ്കര ഓവർ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എനിക്കുള്ളത്. എന്തെല്ലാമോ കർത്താവിന് വേണ്ടി ചെയ്യണമെന്നുള്ളതായ വലിയ സ്ട്രാറ്റജി ഉണ്ടാക്കി ഞാൻ ഓടുകയാണ്. എന്നാൽ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് എൻ്റെ ദൈവം എന്നോട് വ്യക്തമായി സംസാരിച്ച്, നിന്നോട് ഞാൻ സംസാരിക്കാൻ പോവുകയാണ്. അദ്ദേഹം ആ പ്രസംഗത്തിൽ ഒരു വാക്കോട് പറഞ്ഞു, നീ നോക്കേണ്ട സ്ഥലത്ത് നോക്കും. ഞാൻ അങ്ങോട്ട് മാത്രമേ ഇങ്ങനെ കിടക്കുകയാണ്, കിടപ്പ് മാത്രമേ ഉള്ളൂ. ഇന്ന് കർത്താവിനെ മാത്രം നോക്കി കിടക്കുകയായിരുന്നു. എൻ്റെ ദൈവം എന്നോട് ഇടപെട്ടപ്പോൾ എനിക്ക് വ്യക്തമായി മനസ്സിലാക്കി, എൻ്റെ 42 ദിവസത്തെ ഹോസ്പിറ്റലിലെ ജീവിതം ഒരു ട്രെയിനിങ് പീരീഡായിരുന്നു. ദൈവം എന്നെ രൂപപ്പെടുത്തുകയായിരുന്നു. അനേക കാര്യങ്ങൾ എന്നെ മനസ്സിലാക്കി. ഇതിലെ ചട്ടങ്ങൾ പഠിപ്പാൻ ഞാൻ കഷ്ടതയിലായത് നന്നായി എന്ന് എനിക്കും ഏറ്റുപറയാൻ തക്കവണ്ണം ദൈവം കൃപ നൽകി. ആമേൻ, ഹല്ലേലൂയ. അനേകർ വന്ന് വീണ്ടും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഒരു പുതുബലത്തോടായിരുന്നു പിന്നെ അവരോട് സംസാരിച്ചിരുന്നത്. ഡോക്ടേഴ്സൊക്കെ രാവിലെ വന്ന് പറയും, പാസ്റ്റർ എനിക്ക് ബ്രദറെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, ഞങ്ങൾ ഇന്ന് ഇത്രയും പേർക്ക് സർജറി നടത്തേണ്ടതാണ്, ഒന്ന് പ്രാർത്ഥിക്കണം. ചില ഡോക്ടേഴ്സ് എല്ലാം വന്ന് എൻ്റെ കൈക്ക് പിടിച്ച് മുട്ടുകുത്തി അവിടെ നിന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു പ്രാർത്ഥനാ രംഗമാക്കി എന്നെ ഒരു മിനിസ്ട്രിയിലേക്ക് ദൈവം എന്നെ രൂപപ്പെടുത്തി അവിടെ അയച്ചു. ഭവനത്തിൽ ഞാൻ വന്നപ്പോൾ ഒരു വലിയ കൂട്ടം എൻ്റെ അയൽവാസികളെല്ലാം അവിടെ വന്ന് എന്നെ കാണുവാനായിട്ട് വന്നു. കണ്ണുനീരോടെയാണ് അവർ കാണുന്നത്. ഞാൻ അവിടെ എപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി അവിടെ കിടക്കയിൽ കിടക്കുകയാണ്. ആ സമയത്താണ് പാസ്റ്റർ കെ സി ജോൺ, ഞാൻ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതായ പെന്തക്കോസ് പ്രസ്ഥാനത്തിലേക്ക് എന്നെ കൊണ്ടുവന്നതായ ദൈവദാസൻ, ആമേൻ, സ്തോത്രം, പാസ്റ്റർ കെ സി ജോൺ, അദ്ദേഹം എന്നെ ക്ഷണിക്കാനായിട്ട് ഒരു പ്രോഗ്രാം ക്ഷണിക്കാനായിട്ട് ബാംഗ്ലൂരിൽ വന്നു. അദ്ദേഹം പറഞ്ഞു, ഡിസംബർ മാസം 26, 27 തീയതികളിൽ എറണാകുളത്ത് വെച്ച് ഒരു വലിയ യൂത്ത് കോൺഫറൻസ് നടക്കുന്നുണ്ട്. യൂത്ത് ചലഞ്ച് എന്നാണ് എൻ്റെ പേരിൽ. നീ ആയിരിക്കണം പാട്ടുകൾ ലീഡ് ചെയ്യാൻ റെഡിയായി പിന്നെ പ്രാർത്ഥിച്ച് തീരുമാനിച്ചുകൊള്ളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഈ കിടക്കുമ്പോൾ എങ്ങനെയാ വെച്ചാൽ ഇല്ല, അനേക കാര്യങ്ങൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, തയ്യാറാകാനായിട്ട് പറഞ്ഞിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു പോയി. ഓരോ മാസം കഴിഞ്ഞ ദിവസങ്ങൾ ആഴ്ചയിൽ എന്നെ ചെക്കപ്പിനായിട്ട് ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഇങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ വന്ന് എടുത്തുകൊണ്ട് പോകും. പതിവ് പോലെ ഡോക്ടേഴ്സ് വന്നിട്ട് ഇങ്ങനെ എക്സ്റേ എടുക്കും, നോക്കും. ഓക്കെ, അടുത്ത ആഴ്ച വരാൻ പറയും. ഇങ്ങനെ വിടുകയായിരുന്നു. ഡിസംബർ മാസം 11-ാം തീയതി രാവിലെ എന്നെ പ്രിയപ്പെട്ടവർ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്നെ നോക്കുന്ന ആ റൂമിൽ എന്നെ ഇരുത്തിയ ശേഷം ഡോക്ടർ വന്നു. ഡോക്ടർ അതിൽ വന്ന് എൻ്റെ കാലൊക്കെ നോക്കിയ ശേഷം അദ്ദേഹം എക്സ്റേ എടുത്ത് ആ വെറ്റ് എക്സ്റേ ഇങ്ങനെ പിടിച്ചുകൊണ്ട് അദ്ദേഹം പ്രൈസ് ലോർഡ് 3 പ്രാവശ്യം അല്ലാതെ അദ്ദേഹം ആ ഫോൺ എടുത്ത് എല്ലാവരും വിളിക്കുകയാണ്. പ്രിയപ്പെട്ട ഡോക്ടേഴ്സിനെ എല്ലാം വിളിക്കുക, വേഗം വരിക, മെഡിക്കൽ സയൻസ് എഴുതിയതായ ഒരു ചാർട്ട് ഇതാ മാറ്റാൻ പോവുകയാണ്, വേഗം വരിക എന്ന് പറഞ്ഞ് അദ്ദേഹം തിരക്കിട്ട് ആമേൻ സ്തോത്രം എൻ്റെ കാലിലുള്ളതായ പ്ലാസ്റ്റർ എല്ലാം കട്ട് ചെയ്ത ശേഷം ഒരു ഓയിൽ മെല്ലെ ഇങ്ങനെ കാലിൽ തുടച്ച ശേഷം പുരട്ടിയ ശേഷം എന്നോട് പറഞ്ഞു, ബ്രദറെ നടക്ക. ഹല്ലേലൂയ.
ചില നാളുകൾക്ക് മുമ്പ് ഭക്തവത്സൽ ഒരിക്കലും നടക്കുകയില്ല എന്ന് മെഡിക്കൽ സയൻസിൻ്റെ അറിവിൻ പ്രകാരം എഴുതി വെച്ചതായ ഡോക്ടർ അനിലിനെ കൊണ്ട് എൻ്റെ കർത്താവ് പറയുകയാണ്, നടക്കുക. ഞാൻ അപ്പോഴും സംശയിച്ചു പോയി, ഇതാരെ വാക്കത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഞാനിപ്പോഴത് പറയുമ്പോഴും വിതുമ്പും. കാരണം എൻ്റെ കർത്താവിനെ സംശയിച്ചതായ നിമിഷങ്ങളായിരുന്നു. അല്ലേ ഒരു സ്റ്റെപ്പ് വെച്ചു, അടുത്ത സ്റ്റെപ്പ് വെച്ചു. എൻ്റെ കൂടെ വന്ന പ്രിയപ്പെട്ടവർ ഒരു ഗാനം, ഒരു ആരാധന ഗാനം ആ സമയത്ത് പാടി. അവിടെ ആ റൂം ഒരു ആരാധന റൂമായി കഴിഞ്ഞ് അനേകർ ഓടി വരികയാണ്. രോഗികളെല്ലാം വന്ന് മുട്ടുകുത്തി. ഇതെല്ലാം അവിടെ സംഭവിക്കുന്നു. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ഒരു വലിയ സ്തോത്രം. ശുശ്രൂഷയ്ക്ക് ദൈവം എന്നെ ഒരുക്കി രൂപപ്പെടുത്തി. ആമേൻ. 11-ാം തീയതി ആമേൻ, സ്തോത്രം, എന്നെ അവിടുന്ന് പുറത്തിറക്കി. ഹല്ലേലൂയ. സ്തോത്രം. 26-ാം തീയതി ആമേൻ, സ്തോത്രം, എറണാകുളത്ത് നടന്ന യൂത്ത് ചലഞ്ച്, 26, 27 ദിവസങ്ങൾ നടന്ന യൂത്ത് ചലഞ്ചിൽ ആമേൻ ഭക്തവത്സലൻ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തി. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഞാൻ അവിടെ വീഴുമോ എന്ന് ആ സമയത്ത് വീഴുമെന്ന് ഉള്ള ഉറപ്പിൽ എൻ്റെ പ്രിയപ്പെട്ടവർ ഞാനറിയാതെ അവിടെ വന്നിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് ട്രെയിൻ കയറി എറണാകുളത്ത് വന്നിരുന്നു. ഓരോ ഏരിയയിൽ മാറി നിൽക്കുകയാണ്, എപ്പോഴാണ് എന്തെങ്കിലും സംഭവിക്കുമെന്ന് നോക്കി നിൽക്കുകയാണ്. പക്ഷേ ആ 2 മണിക്കൂർ സമയം ആമേൻ ഈ രണ്ട് ദിവസങ്ങളിൽ പാടുവാനായി പാട്ടുകൾ ലീഡ് ചെയ്യാൻ കൊണ്ട് ദൈവം എനിക്ക് കൃപ നൽകി. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നതായ, ഞാൻ ആശ്രയിക്കുന്നതായ ആമേൻ, സ്തോത്രം, എൻ്റെ ദൈവത്തിൻ്റെ ആമേൻ, സ്തോത്രം, ആമേൻ, പ്രവർത്തനം, എന്നോടുള്ളതായ സ്നേഹം, എന്നോടുള്ളതായ ആ കരുതലെല്ലാം വ്യക്തമായി മനസ്സിലാക്കുവാനുള്ളതായ സമയങ്ങളായിരുന്നു. ഇന്ന് ഞാൻ എല്ലാ കാലത്തും ആശ്രയിപ്പാൻ മതിയായ ദൈവത്തെ എന്നുള്ള പാട്ട് പാടുമ്പോൾ സ്തോത്രം, എനിക്കിപ്പോൾ പാട്ട് മുഴുവനായിട്ട് പാടുവാനായിട്ട് സാധിക്കുന്നില്ല. കാരണം എല്ലാ കാലത്തും ആശ്രയിപ്പാൻ മതിയായ ഒരു കർത്താവ് ആണ് ഞാൻ. ആ കർത്താവിലാണ് ഞാൻ വിശ്വസിക്കുന്നത് ഉറപ്പെന്നെ ഭരിക്കുന്നു. ദൈവമക്കളെ, ആമേൻ, വിവിധങ്ങളായ പ്രയാസങ്ങൾ, വേദനയും ദുഃഖവും കഷ്ടതയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ ആമേൻ പലപ്പോഴും അറിയാതെ നാം തകർന്നു പോകുന്നത് എന്തുകൊണ്ട് ദൈവമേ എന്ന്. എന്നാൽ ആമേൻ നമ്മെ കരുതുന്നതായ, നമ്മെ ആശ്വസിപ്പിക്കുന്നതായ, നമ്മെ രൂപപ്പെടുന്നതായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മെ ഷെയ്പ്പാക്കുകയാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. എത്ര ഉന്നതമായ പദവിയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഇത്രത്തോളം ആമേൻ, സ്തോത്രം, ഞങ്ങളെ വ്യക്തിപരമായും കുടുംബമായും ഒക്കെ എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം ഈ രംഗത്ത് ആമേൻ ഉറപ്പിക്കുവാൻ ദൈവം കൃപ നൽകിയാൽ ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ, ബാംഗ്ലൂരിൽ ഒരു വലിയ ശുശ്രൂഷയായി ആമേൻ, സ്തോത്രം, ഒരു സാക്ഷിയായി നിൽപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കുന്നു. അതിന് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവൻ്റെ കരുതൽ, അവൻ്റെ പരിപാലനം എത്ര ഉന്നതമാണ്. ഹല്ലേലൂയ. സ്തോത്രം. തകർന്നു പോയി ഇനി ഒരിക്കലും ഒരു ഗുണമുണ്ടാകില്ല എന്ന് വിധി എഴുതിയിരുന്നതായ മെഡിക്കൽ സയൻസിൻ്റെ ചാർട്ട് മാറ്റി കർത്താവ് ഒരു പുത്തൻ ചാർട്ട് ഒട്ടിച്ച് എന്നെ വിട്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ ആ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവർക്ക് അതിശയമാണ്, ഒരു സന്തോഷമാണ്. ഇത്രയും വലിയൊരു അത്ഭുതം. ചില നാൾക്ക് ശേഷം ഒരു വാക്കൂടെ പറഞ്ഞു, ദൈവനാമത്തിനായിട്ട് ഞാൻ വിദേശത്തൊരു പ്രോഗ്രാമിനായിട്ട് പോയി. ഡാലസിലുള്ള പ്രോഗ്രാമിന് ഞാൻ പങ്കെടുത്ത് ഈ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അതിനിടയ്ക്കുന്നൊരു വ്യക്തി എൻ്റെ മുൻപോട്ട് സ്റ്റേജിലോട്ട് കടന്നു വന്നു. എൻ്റെ അടുത്ത് വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായില്ല. എൻ്റെ മൈക്ക് വാങ്ങി അദ്ദേഹം വിറയാർന്ന സ്വരത്തോടെ ഇപ്രകാരം പറഞ്ഞു, ഈ ഭക്തവത്സലൻ പറഞ്ഞതെല്ലാം വാസ്തവമാണ്. ഭക്തവത്സലൻ നടക്കുകയില്ല എന്ന് എഴുതി വെച്ച വ്യക്തിയാണ് ഞാൻ. എനിക്കറിയാവുന്ന മെഡിക്കൽ സയൻസിന് പ്രകാരം ഞാനാണ് ആ ചാർട്ട് എഴുതിയത്. പക്ഷേ ആമേൻ, ഞങ്ങൾ ആശ്രയിക്കുന്ന, വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ ആമേൻ അത്ഭുത ശക്തി വ്യക്തമായി മനസ്സിലാക്കാൻ എനിക്കിനും സാധ്യമായി. ആ ദൈവത്തിന് വിശ്വസിക്കാനുള്ള കൃപ എനിക്ക് ലഭ്യമായെന്ന് അദ്ദേഹം സാക്ഷ്യം പറയുന്നത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എത്ര നല്ല ദൈവമാണ് നമുക്കുള്ളത്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. തിരുവേന്ദ്ര പ്രകാരം ഒരു ഭാഗമുണ്ടല്ലോ മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ. ആമേൻ, നമുക്ക് വളരെ പരിചയമുള്ളൊരു ഭാഗമാണ്. സ്തോത്രം. അതിൻ്റെ അവസാന ഭാഗത്ത് നാം നോക്കുകയാണെങ്കിൽ 35 വാക്യം നോക്കുകയാണെങ്കിൽ യേശു ശിഷ്യന്മാരുള്ള യാത്ര. ആമേൻ. പടകിലുള്ള യാത്ര ചെയ്യുമ്പോൾ ആമേൻ, സ്തോത്രം, ശിഷ്യന്മാരെല്ലാം മറന്ന് ആമേൻ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഈ നാളുകളെല്ലാം ആമേൻ, സ്തോത്രം, യേശുവിൻ്റെ കൂടെ നടന്ന് കണ്ടും കേട്ടുമൊക്കെ യേശുക്കുള്ളതായ പിന്നെ അത്ഭുതങ്ങൾ, യേശുക്കുള്ളതായ പിന്നെ അനേക വചനങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലാക്കി രൂപപ്പെടുത്തി ആമേൻ അങ്ങനെ ഉറച്ച് ദൈവ മക്കളായി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന, ദൈവദാസന്മാരായി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ശിഷ്യന്മാർ ഉറക്കെ പാടി മഹത്വപ്പെടുത്തിക്കൊണ്ട് യാത്ര ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് പ്രതീക്ഷിക്കാത്തതായ സമയത്ത് അവരുടെ ജീവിതത്തിലുണ്ടായ വലിയൊരു പിന്നെ പ്രയാസ സമയം. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഭയങ്കരമായ കാറ്റും തിരമാലയും കൊണ്ട് അവർ സഞ്ചരിക്കുന്നതായ കപ്പൽ മുങ്ങുന്ന ഒരു അനുഭവത്തിലേക്ക് വന്നപ്പോൾ എല്ലാം മറന്ന് അവർ അയ്യോ വിളിക്കുന്നതായ നിമിഷം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകുന്നൊരു സംഭവമാണ്. അറിയാതെ ഓരോ അനുഭവങ്ങൾ വരുമ്പോൾ അയ്യോ ദൈവമേ,
ശിഷ്യന്മാർ എല്ലാം അറിഞ്ഞ് യേശുവിൻ്റെ കൂടെ നടക്കുന്നവരാണ്. സ്തോത്രം. അവരെല്ലാം പറഞ്ഞ്, അയ്യോ യേശുവേ നീ എവിടെയാണ്? ഞങ്ങൾ മരിച്ചു പോകുന്നതിൽ ഒരു ചിന്തയുമില്ലയോ എന്ന് അവൻ കുറ്റം പറയുന്നതായ ഒരവസ്ഥ. ഈ ശിഷ്യന്മാരുടെ സ്ഥിതി എന്താണ്? യേശു കൂടെയുണ്ട്, യേശു അവരോട് കൂടെയുണ്ട്, യേശു അവരെ ആ പടകിൽ യേശു ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ നാം യേശുവിനെ അറിഞ്ഞവരാണ്. വിവിധങ്ങളായ അനുഭവങ്ങളിൽ നിന്ന് സ്തോത്രം അതെല്ലാം വിട്ടെറിഞ്ഞ് കർത്താവിന് വേണ്ടി ജീവിപ്പാൻ, കർത്താവിൻ്റെ കൂടെ നടക്കുക എന്നുള്ള ആഗ്രഹത്തോടെ മുൻപോട്ട് വന്നവരാണ്. യേശു നമ്മുടെ ഹൃദയത്തിലുണ്ട്. പക്ഷേ ജീവിതാനുഭവങ്ങൾ, പല തിക്താനുഭവങ്ങൾ വരുമ്പോഴൊക്കെ അറിയാതെ നാം ഞരങ്ങിപ്പോകുന്നു, നുറുങ്ങിപ്പോകുന്നു, വിരൽ വയ്ക്കുന്നു. ദൈവമേ എവിടെ നീ എന്നെ വിട്ടുപോയോ എന്ന് പ്രയാസപ്പെടുന്നതായ നിമിഷങ്ങൾ. ശിഷ്യന്മാർ എന്തുകൊണ്ടാണ് അങ്ങനെ കരയാനായിട്ടുള്ള കാരണം ഉണ്ടായത്? 3 കാര്യങ്ങൾ, 3 ഭാഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകുന്നതായ ഭാഗങ്ങളാണ്. പ്രൈസ് ദി ഹല്ലേലൂയ. 1, അവരോട് കൂടെയുള്ളവൻ ആരാണെന്ന് അവർ മനസ്സിലായി. അവൻ്റെ പ്രസൻസ്, യേശുവിൻ്റെ സാന്നിധ്യം അവർ മറന്നുപോയി. നമ്മുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, സമൂഹ ജീവിതത്തിൽ ഓരോ അനുഭവങ്ങൾ കൂടി വരുമ്പോഴെല്ലാം ആമേൻ യേശു കൂടെയുള്ളതിനുള്ള ഉറപ്പ് നമ്മെ ഭരിക്കണം. എപ്പോഴും എന്തെല്ലാം അനുഭവങ്ങളും എൻ്റെ യേശു എൻ്റെ കൂടെയുണ്ട്. നാം ഇവിടെ ആരാധിക്കുമ്പോൾ, ഞായറാഴ്ച വരുമ്പോൾ ആമേൻ പാടി ആരാധിക്കുമ്പോൾ അല്ലെങ്കിൽ മാത്രമല്ല നമ്മൾ ഈ കർത്താവിനെ ആരാധിക്കുന്നത്, 24 മണിക്കൂർ അവനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവമായിരിക്കണം. 365 ദിവസം അവന് സ്തോത്രം ചെയ്യുന്ന അനുഭവമായിരിക്കണം. അമേൻ സ്തോത്രം. നമ്മുടെ ഓരോ അനുഭവത്തിന്മേലും സ്വർഗീയ ചൈതന്യം വെളിപ്പെടുമ്പോൾ ആമേൻ സ്തോത്രം എന്തെല്ലാം അനുഭവങ്ങൾ വന്നാലും നാം പതറിപ്പോകുള്ള. അല്ലെങ്കിൽ ശിഷ്യന്മാരെ പോലെ അയ്യോ ഗുരുവേ നീ എവിടെയെന്ന് ചോദിക്കുന്നതായ സാഹചര്യം. അവൻ്റെ പ്രസൻസ് അവർ മറന്നുപോയി. 2, ഈ യേശു ആരാണ്? സകലത്തിൻ്റെയും സൃഷ്ടിതാവാണ്. ഈ പടകിനെയും കാറ്റിനെയും കടലിനെയും എല്ലാം സൃഷ്ടിച്ച ദൈവമാണ് കൂടെയുള്ളതെന്നും അവൻ മറന്നു. അവൻ്റെ ശക്തി, അവൻ്റെ പവർ അവർ മറന്നുപോയി. ഇതിൻ്റെ ജീവിതത്തിൽ വിവിധങ്ങളായ അനുഭവങ്ങൾ വരുമ്പോൾ നാം ആരാധിക്കുന്ന, നാം വിശ്വസിക്കുന്ന യേശുവിൻ്റെ ശക്തി, അതിന് നാം എൻജോയ് ചെയ്തില്ലെങ്കിൽ, അതിന് നാം സ്തോത്രം അത് വ്യക്തമായി മനസ്സിലാക്കേണ്ട കഴിഞ്ഞില്ലെങ്കിൽ നാം തകർന്നു പോകും. സകലത്തിൻ്റെയും ഉടയവനാണ് നമ്മുടെ കർത്താവ്. അവനറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ വരുന്നുള്ളതായ ഉറപ്പ് നമ്മെ ഭരിക്കട്ടെ. അവൻ്റെ പവർ, അവൻ്റെ ശക്തി എപ്പോഴും നമുക്ക് ആവേശമായിരിക്കണം. 3, അവർക്ക് പറ്റിയ പരാജയം, യേശുവിൽ കൊണ്ടുള്ള അനേക വാഗ്ദാനങ്ങൾ, മഹത്വചനങ്ങൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് അവർ. ഓരോ ദിവസവും അവർക്ക് ആവശ്യമുള്ള എല്ലാ വാഗ്ദാനങ്ങൾ നൽകി പോഷിപ്പിക്കുന്ന ദൈവമാണ് കൂടെയുള്ളത്. ഒരു നാൾ നിന്നെ കൈവിടുകയില്ല, ഞാൻ കൂടെയുണ്ട്, നീ ഭ്രമിക്കരുത്, നീ ഭയപ്പെടരുത്, ഞാൻ എല്ലാ നാളും നിന്നോട് കൂടെയുണ്ട് എന്നുള്ള ഉറപ്പ് നൽകിയതായ കർത്താവ്. സ്തോത്രം. 365 ദിവസവും നമുക്ക് ആവശ്യമുള്ളതായ മഹത് വചനം തിരുവനന്തപുരത്ത് പറയുന്നത് പ്രോമിസ്, സ്തോത്രം, വിലയേറിയ വാഗ്ദാനങ്ങൾ, പ്രഷ്യസ് പ്രോമിസസ് നൽകിയ കർത്താവ് കൂടെയുള്ളത് ഉറപ്പ് നമ്മെ ഭരിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ അനുഭവങ്ങളെയും അവനെ ഫേസ് ചെയ്യാൻ തക്കൊണ്ട് സാധിക്കും. നാം ആരാധിക്കുന്ന ദൈവം ഒരു ചത്ത ദൈവമല്ല. ദൈവമക്കളെ നമുക്ക് ഒത്തിരി അവൻ പുകഴുവാനുണ്ട്. അവൻ എന്തെല്ലാം അനുഭവങ്ങൾ വന്നാലും നമ്മുടെ ജീവിതം കൊണ്ട് അത് കാണിച്ചു കൊടുക്കുവാനായിട്ട് സാധിക്കണം. ഒരു ഉന്നതമായ കാഴ്ചപ്പാടോടുകൂടി അവൻ ദൈവ നിറവിൽ, അവൻ ദൈവശക്തിയുടെ നിറവിൽ അവൻ ഉന്നതമായ അനുഭവം നൽകുവാൻ തക്കൊണ്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതം കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നു, അനേകരത് ആഗ്രഹിക്കുന്നു. ഇന്ന് ചുറ്റുപാടുകൾ, നമ്മൾ താമസിക്കുന്ന ചുറ്റുപാടുകളുമേൽ അനേക ദൈവമില്ലാതെ പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ വരുമ്പോഴൊക്കെ ഏങ്ങലടിച്ച് ഓടുമ്പോൾ അവരുടെ മുൻപാകെ സത്യദൈവത്തിൻ്റെ സത്യമാർഗം വ്യക്തമായി കാണിച്ചു കൊടുക്കാനുള്ളതായ കഴിവ് നമുക്ക് ലഭിക്കണം. അതിങ്ങനെ ഈ ഒരു കൂട്ടായ്മയെ കൂടി നാം ചിലവഴിക്കുക മാത്രമല്ല, നമ്മുടെ പേഴ്സണൽ ലൈഫിലേക്ക് അത് കിടന്ന് ഓരോ അനുഭവത്തിന്മേലും അവൻ ശക്തമായി പ്രയോജിപ്പിക്കുകയാണെങ്കിൽ അത് ദൈവനാമഹത്വത്തിൻ്റെ കാരണമായി തീരും. നമുക്കൊരു പുത്തൻ അനുഭവമായി തീരും. എൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയതായ വലിയ കൃപയ്ക്കായ സ്തോത്രം. ഇന്ന് ഞാൻ എവിടെ പോയിരുന്നാലും എൻ്റെ യേശുവിനെ പറ്റി പറയുമ്പോൾ അവൻ വാക്കുകളിൽ അത്രമാത്രം കൃപകളാണ് അവൻ നൽകിയിരിക്കുന്നത്. ഓരോ അനുഭവത്തിനും വേണ്ടി കഴിഞ്ഞ കാല അനുഭവങ്ങളിൽ ഈ ദീർഘ സമയങ്ങളിൽ വേദനയും കഷ്ടതയും അതിവേദനയും പ്രയാസമൊക്കെ ജീവിതത്തിലുണ്ടായി. എന്നാൽ അതിലൊന്നും ഞാൻ തകർന്നു പോയില്ല. ഇപ്പോൾ തന്നെ എൻ്റെ കാലിൻ്റെ ഈ മുട്ടിൻ്റെ ഫ്ലൂയിഡ് ഡ്രൈ ആയി, എനിക്ക് നടക്കാൻ ഒട്ടും പാടില്ല. മസിലല്ല ഈ നാളുകളിൽ ശക്തമായി ഇങ്ങനെ വല്ലാതെ സ്റ്റിഫായിക്കൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും ദൈവം തന്നതായ കാഴ്ചപ്പാടത്ത് വേണം ഒരു നിമിഷം പോലും അടങ്ങിയിരിക്കാതെ അവന് വേണ്ടി ഓടുവാൻ, അവന് വേണ്ടി പാടുവാനുള്ളതായ ആഗ്രഹത്തോടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ അവിടെ പ്രാർത്ഥന ആവശ്യമാണ്. നമ്മളെല്ലാം ഇന്ന് അവിടെ കേട്ടതായ സ്തോത്രം വാക്കുകളിലൂടെ, അല്ലെ സാക്ഷ്യത്തിലൂടെ അമ്മയിൽ ഓരോ ഹൃദയത്തിലും വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ടാകട്ടെ. നാം ആരാധിക്കുന്ന ദൈവം ആരാണ്? സ്തോത്രം. എൻ്റെ ഇതിൻ്റെയും വേദന വ്യക്തമായി അറിയുന്ന ദൈവമാണ്.
അവൻ നമ്മെ കൈവിട്ടു പോകുന്ന ദൈവമല്ല. സ്തോത്രം. അവൻ്റെ പ്രസൻസ്, അവൻ്റെ സാന്നിധ്യം, അവൻ്റെ പവർ, അവൻ്റെ ശക്തി, അവൻ്റെ പ്രോമിസസ്, അവൻ്റെ നൽകിയതായ വാഗ്ദാനങ്ങൾ മുറുകെ പിടിച്ച് അവൻ മുൻപോട്ട് പോവുകയാണെങ്കിൽ സ്തോത്രം. തിരുവനന്തപുരത്തിൽ വായിക്കുന്നവരെ ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും 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 എൻ്റെ നാവിന്മേലിരിക്കും എന്ന് പറയാൻ തക്കൊണ്ട് സാധിക്കും. അതാണ് പൈതലിൻ്റെ ഏറ്റവും മഹനീയമായ പദവി. ആ വലിയ പദവിയിലേക്ക് എവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് ഇന്നിവിടെ പ്രത്യേക പ്രാർത്ഥനയ്ക്കായിട്ട് ഇവിടെ കടന്നതായ പ്രിയപ്പെട്ടുള്ളൂ. അവരുടെ ജീവിതത്തിൽ ഒരു പ്രത്യേകമായ ഉറപ്പിന് ഇത് കാരണമായി രസാക്ഷ്യം ആയിത്തീരട്ടെ എന്ന് ആത്മാർത്ഥി പ്രാർത്ഥിക്കുന്നു. കാരണം സകലത്തിലും മതിയായവരാണ്. എന്തെല്ലാം പ്രശ്ന വേദന ഉണ്ടായാലും കർത്താവ് മതിയായവനാണ്. അവന് കവിഞ്ഞ് വേറെ ആരുമില്ല. അത് അനുഭവിച്ച വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് വ്യക്തമായി പ്രാരം പറയേണ്ട കൊണ്ട് സാധ്യമായി ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഈ സഭയ്ക്ക് പ്രിയപ്പെട്ട ദൈവദാസനും എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടി ഹൃദയം നിറഞ്ഞതായ സ്നേഹവും നന്ദി അർപ്പിച്ചുകൊണ്ട് വീണ്ടും നിങ്ങളെ പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. ദൈവൻ്റെ നാമത്തിൽ ഇരുന്നുകൊള്ളുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.